നമസ്കാരം, കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ക്വസ്റ്റൻ ആണ് എടുത്തേക്കുന്നത് ഫ്രം ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാമിന് വന്നതുമാണ്. ഓക്കെ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റൻ എല്ലാവരും കൊണ്ട് വായിച്ച് സൈൻ ഓഫ് ദ വാല്യൂ സൈൻ ഓഫ് 2 sin base x പ്ലസ് cos inverse x. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, പഠിച്ച് വന്നവർക്ക് ഒരു ചെറിയൊരു കാര്യം അറിയാം. നോക്കി എന്റെ ഇപ്പൊ ഒന്ന് വായിച്ചേ. 2 ഇല്ലാതെ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കേട്ടാൽ അത് π/2 ആണ്. ഇതാണ് π/2. പക്ഷെ അവിടെ 2 കിടപ്പുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. നമ്മളിങ്ങനെ ഒന്ന് മുറിച്ചു. 2 sin inverse എക്സിനെ 2 സൈൻ ഇൻവേഴ്സുകളുടെ പ്ലസ് ആക്കി. ഇപ്പൊ 2x ക്യാൻ ബി x പ്ലസ് എക്സ്. അതേപോലെ ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ്. ഇവനെ അങ്ങ് മാറ്റിയേക്കാം. ഇതെന്തായിരിക്കും നോക്കിക്ക്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആരായിട്ട് മാറി മോനെ? π/2. ഇവിടെ ആരുണ്ട്? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ സൈനോ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് π/2. ഓരോ സ്റ്റെപ്പും നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. തിരിച്ചെഴുതാം, എന്നെങ്കിലും നമ്മൾ പഠിച്ചതിലോട്ട് വരത്തുള്ളൂ. ദാറ്റ് ഈസ് സൈൻ ഓഫ് π/2 പ്ലസ് ആരെന്ന് കിട്ടി? സൈൻ ഇൻവേഴ്സ് എക്സ് എന്നൊക്കെ കിട്ടി. തിരിച്ചെഴുതി. വലിയ സൈൻ ഇൻവേഴ്സ് എക്സിനെ നമ്മളൊന്ന് മാറ്റാൻ പോവാ, ഏതെങ്കിലും മറ്റൊരു വേരിയബിൾ ആക്കാൻ പോവാണ്. അപ്പൊ ഇച്ചിരി നമുക്ക് പഠിച്ച രീതി കൂടെ ഇച്ചിരി എടുക്കും. ദാറ്റ് ഈസ് സൈൻ ഓഫ് π/2 പ്ലസ് y എന്നോ എന്തെങ്കിലും തീറ്റ എടുക്കാം. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? തീറ്റ. എവിടെ നിന്ന് എക്സ് എത്ര കിട്ടും മോനെ? എക്സ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് അപ്പുറത്തേലും ആരായിട്ട് മാറും? സൈൻ തീറ്റ ആയിട്ട് മാറും. ഓക്കെ, അതോടെ കിടക്കട്ടെ. ഇപ്പൊ നോക്കിക്കോ, ഒന്ന് വായിച്ച് സൈൻ ഓഫ് π/2 പ്ലസ് തീറ്റ. നമ്മൾ എന്തോ ഇവിടെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലസ് 1 റിഡക്ഷൻ ഫോർമുല. π/2 90 പ്ലസ് വന്നാൽ ചേഞ്ച് ചെയ്യുന്നു. ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ ആണെങ്കിൽ എങ്ങോട്ട് മാറും? കോസോട്ട് മാറും. ദാറ്റ് ഈസ് കോസ് ഓഫ് ആരെന്ന് കിട്ടും? തീറ്റ. ഇനി ഇത് ഏത് കോട്ടന്റ് ആണ് നോക്കിക്കഴിഞ്ഞാൽ ആര് തന്നെയാണ്? സെക്കൻഡ് കോട്ടന്റ്. π/2 പ്ലസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോട്ടന്റ് ആണ്. സെക്കൻഡ് കോട്ടന്റ് സൈൻ എന്ത് തന്നെയാ? പോസിറ്റീവ്. അപ്പൊ ഇവിടെ പ്ലസ് തന്നെ ഇട്ടേക്കണേ. ഓക്കെ, പ്ലസ് ആണ്, മൈനസ് അല്ല, കോസിലോട്ട് മാറിയെന്നേ ഉള്ളൂ. മാറ്റിയത് സൈൻ തന്നെയാ. അത് സെക്കൻഡ് കോട്ടന്റ് പോസിറ്റീവ്. അപ്പൊ കോസ് തീറ്റ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇവിടുന്ന് നോക്കണേ, ഇവിടെ എക്സ് ഈക്വൽ സൈൻ തീറ്റ അല്ലേ മോനെ? ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന കോസ് തീറ്റ ആണ് അല്ലേ? നമ്മുടെ ആൻസർ ഇപ്പൊ കോസ് തീറ്റ ഇല്ല. നമുക്കറിയാം സൈൻ തീറ്റ ആരെന്ന എക്സ്. അങ്ങനെയെങ്കിൽ കോസ് തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മോനെ. എങ്ങനെ സൈൻ തീറ്റയിൽ നിന്ന് കോസ് തീറ്റ ആണ് പിടിക്കാൻ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്ര മോനെ? 1 അല്ലയോ? അവിടുന്ന് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അവിടുന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, പിന്നെ എവിടുന്ന വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ 1 അവിടുന്ന് വന്നാണേ. ഇപ്പൊ കോസ് തീറ്റ ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ എക്സാം ആണ്. ഇപ്പൊ സൈൻ സ്ക്വയർ എത്ര കിട്ടി? എക്സ് സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് 1 കോസ് തീറ്റ ഈക്വൽ എത്ര കിട്ടി? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഫൈനൽ ആൻസർ കിട്ടി. എന്ത് കിട്ടി? ചെയ്ത് വന്ന് കോസ് തീറ്റ എന്ന് കിട്ടി. കോസ് തീറ്റ ഇൻ ടേംസ് ഓഫ് എക്സിലോട്ട് മാറ്റിയപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം, മനസ്സിലാവുന്നുണ്ടോ നോക്കണം, ചെയ്യാൻ പറ്റുമോ നോക്കണം. 1 മിനിറ്റിനുള്ളിൽ തീർക്കുകയും വേണം. ഓക്കെ, ഗുഡ് ബൈ.